നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവം വിശദീകരണം തേടി വിദ്യാഭ്യാസ മന്ത്രി. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ വിശദീകരണം തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറം ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. ഗാന്ധിദർശൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. RSS ശാഖകളിൽ പാടുന്ന ഗണഗീതത്തിൽ ഉൾപ്പെടുന്ന പരമപവിത്രമാതി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് 6 പെൺകുട്ടികൾ ചേർന്ന് പാടിയത്. ദൃശ്യം പ്രചരിച്ചതോടെ വിവാദമായി മാറുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്ന് VD സതീശൻ. ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ UDF നിലപാട് വ്യക്തമാക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമം UDF ബഹിഷ്കരിക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ഒഴുക്കിൽപ്പെട്ട ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. ഹരിപ്പാട് സ്വദേശി വിഷ്ണു ഭാസ്കറാണ് പമ്പയിൽ മുങ്ങി മരിച്ചത്. 42 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരനാണ് വിഷ്ണു. ഭാര്യയും അധ്യാപികയുമായ രേഖയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ഒഴുക്കിൽപ്പെട്ടത്. ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോഴായിരുന്നു സംഭവം. വിഷ്ണുവും രേഖയും അടങ്ങുന്ന കുടുംബം മാലക്കര പള്ളിയോടക്കടവിൽ കുളിക്കാനിറങ്ങവേ രേഖയടക്കം 3 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 13-കാരനായ അദ്വൈതിനെ പിതാവ് രക്ഷപ്പെടുത്തി. മുങ്ങിത്താഴുന്ന രേഖയെ രക്ഷിക്കാൻ വിഷ്ണു ആറ്റിലേക്ക് ചാടി. എന്നാൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടതോടെ വിഷ്ണുവിനെ കാണാതായി. ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷമാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. ചാത്തമംഗലം വടക്കേക്കാട് ചെല്ലന്റെ ഭാര്യ സുഭദ്രയാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വിൽക്കുകയും ശ്വാസം കിട്ടാതാവുകയും ചെയ്തതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശ്വാസനാളത്തിൽ ഭക്ഷണം പോയതാണ് മരണകാരണം. പാലക്കാട് സ്കൂളിലെ സ്ഫോടനം. വീട്ടിൽ നിന്നും പന്നിപ്പടക്കം കണ്ടെത്തി. BJP പ്രവർത്തകർ കസ്റ്റഡിയിൽ. പാലക്കാട് സ്കൂളിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ കല്ലേക്കാട് വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ വീട്ടിൽ നിന്നും പന്നിപ്പടക്കം കണ്ടെത്തി. സുരേഷിന് പുറമെ മറ്റ് 2 പേരും കസ്റ്റഡിയിലായി. ഇവർ നിർമ്മാണ തൊഴിലാളികളാണ്. ഇവർ BJP പ്രവർത്തകരെന്ന് പോലീസ് പറഞ്ഞു.